ബ്രോ ഹൗ ടു റെഡ്യൂസ് ബാഡ് കർമ്മ. അപ്പോൾ കർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മ വരാൻ ഉള്ള ബാഡ് കർമ്മ ഉണ്ടാക്കാനുള്ള മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ. രണ്ടാമത്തെ നമ്മുടെ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ. മൂന്നാമത്തെ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തി. ഈ 3 സംഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് ബാഡ് കർമ്മ വരുള്ളൂ. അപ്പോൾ അത് 3 ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ചില ആൾക്കാരെ തന്നെ ഒരു പറയും ഞങ്ങളൊന്നും ചെയ്യാറില്ല, ഞാൻ തെറ്റും ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഓവർ തിങ്കിങ് ചെയ്ത് എന്തൊക്കെയോ വലിച്ചു വാരി ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചൊക്കെ ഭയങ്കരമായി നെഗറ്റീവ് ഒരുപാട് ചിന്തിക്കുന്ന സമയത്തൊക്കെ ബാഡ് കർമ്മ തന്നെയാണ്. കാരണം തോട്ടിൻ്റെ വേൾഡിൽ തോട്ട് ബിക്കംസ് തിങ്സ് എന്നൊക്കെ പറയും. തോട്ട് ഫോംസ് ഉണ്ട്. തോട്ട് ഫോംസ് വേറൊരു വ്യക്തിയെ പോയി ഹിറ്റ് ചെയ്യും. തോട്ട് ഫോംസ് കാരണം പല സംഭവങ്ങൾ നടക്കും. അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പോൾ തോട്ട് ഫോംസ്, തോട്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ചാലും മതി, അതും ബാഡ് കർമ്മയായിട്ട് വരാം. കാരണം അതുകൊണ്ട് ചില ആൾക്കാർക്ക് നിങ്ങളുടെ വെറും ചിന്തകൾ കൊണ്ട് മാത്രം ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതൊക്കെയാണ് തോട്ട് ഫോംസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പറയുന്ന വേർഡ്സ്, നമ്മൾ വേണ്ടാതെ ഈ പരദൂഷണവും മറ്റു പരിപാടിയും അലമ്പ് പരിപാടിയൊക്കെ നിർത്തുക. സമാധാനം, സന്തോഷം, ആ ലെവലിൽ നിന്നാൽ മതി. അപ്പം അവിടെയും ബാഡ് കർമ്മ കട്ട് ചെയ്യാം. പിന്നെ ആക്ഷൻസിൽ പിന്നെ അധികം ആൾക്കാർ അങ്ങനെ ബാഡ് കർമ്മ ഉണ്ടാക്കാറില്ല. അത്രയും മോശം ആൾക്കാർ മോശം എന്നല്ല, അത്രയും വേഴ്സ്റ്റ് സിനാറിയോയിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു ആക്ഷൻ്റെ കൂടെ ബാഡ് കർമ്മ വരും. നമ്മളെ മെയിൻ പ്രശ്നം നമ്മൾ ചിന്തിക്കലും നമ്മുടെ വാക്കും തന്നെയാണ് പ്രശ്നം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ തന്നെ മതി, ഒരുവിധം ബാഡ് കർമ്മയൊക്കെ അവിടെ സെറ്റാവും.